ഹലോ ഗായ്സ്, വെൽക്കം ടു ദേവൂസ് ബ്യൂട്ടി ടിപ്സ് ആൻഡ് ലൈഫ് വ്ലോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഹെയർ ട്രിം ചെയ്യുന്ന ഡേ ആണ്. അപ്പം സത്യം പറഞ്ഞാൽ ഇന്നലത്തെ വീഡിയോൻ്റെ ബാക്കിയാണിത്. ഇന്നലത്തെ ഒരു ലോങ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇത് 2 വീഡിയോസ് ആയിട്ട് ഇന്നിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് ഡേ ആയിട്ട് കണക്കാക്കാം. കാര്യം നമ്മൾ ട്രിം ചെയ്യുന്ന ഡേ ആണല്ലോ. അപ്പം കുറച്ച് സൗണ്ടിൻ്റെ ഡിസ്റ്റർബൻസ് ഉണ്ട്. പുറത്ത് നല്ല മഴയുണ്ട്. കാര്യം ഞാൻ നേരത്തെ വീഡിയോ എടുക്കണമെന്ന് വെച്ചാണ്. അപ്പം ലൈറ്റിൻ്റെ ഒരു പ്രശ്നമൊക്കെ കാരണം മഴയുടെ ഇതൊക്കെ മാറുമെന്ന് വിചാരിച്ചു, മഴക്കോളൊക്കെ മാറുമെന്ന് വിചാരിച്ചു. പക്ഷെ മാറിയില്ല. സോ ഇനി ലേറ്റ് ആക്കിയാൽ നല്ല ഇരുട്ടാകും, പിന്നെ വീഡിയോ ഒന്നും കാണാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ വീഡിയോ എടുക്കുകയാണ്. അപ്പം എങ്ങനെയാണ് ട്രിമ്മിങ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മുടി 2 സൈഡിലേക്ക് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓട്ടക്കൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക. ഓക്കെ, അപ്പോൾ ഓടക്കൊക്കെ ഞാൻ കളഞ്ഞ് എടുക്കുന്നുണ്ട്. മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് സൗണ്ടിൻ്റെ കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വോയിസ് ഓവർ കൂടി കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ മുടി 2 സൈഡിലേക്ക് പാർട്ടീഷൻ ചെയ്തിടുന്നുണ്ട്. എന്നിട്ട് ജടയൊക്കെ എടുത്ത് കളയുന്നുണ്ട്. അധികം ജടയും കാര്യങ്ങളില്ലായിരുന്നു, എങ്കിലും കുറച്ച് ഹെയർ ഫാൾ ഉണ്ടായിരുന്നു. കുറച്ച് നാൾ ഞാൻ ശ്രദ്ധിക്കാതിരുന്നതുകൊണ്ട്, എങ്കിലും കമ്പാരിറ്റീവ്ലി നല്ല കുറവുണ്ട്. ഹെയർ കെയർ ഒക്കെ തുടങ്ങിയതുണ്ട്. അപ്പം ആദ്യം നമ്മുടെ ജടയൊക്കെ കളഞ്ഞെടുത്തതിന് ശേഷം സ്പ്ലിറ്റ് എൻഡ്സ് കണ്ടുപിടിക്കുക. അപ്പോൾ എൻ്റെ ഹെയറിൽ അധികം സ്പ്ലിറ്റ് എൻഡ്സോ കാര്യങ്ങളോ ഒന്നും ഞാൻ കണ്ടില്ല കേട്ടോ. അപ്പം എങ്കിലും നമുക്ക് ഹെൽത്തി ആയിട്ട് തോന്നാത്ത ആ ഒരു ഹെയറിൻ്റെയൊക്കെ ഒരു പാർട്ടിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ച് പിറകിലോട്ട് വെച്ചിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ സ്പ്ലിറ്റ് എൻഡ്സ് കണ്ടുപിടിക്കാനും ഒരു 2-3 കിട്ടി. അത് നിങ്ങൾക്ക് ക്യാമറയിൽ കാണാൻ പറ്റുന്നോ എന്ന് എനിക്കറിയില്ല. എന്നിട്ട് അത് ഞാനൊരു നല്ല രീതിക്ക് തന്നെ ഇറക്കി വെച്ച് വെട്ടുന്നുണ്ട് കേട്ടോ. കാര്യം എത്രത്തോളം നമ്മൾ മാക്സിമം ഇറക്കി വെച്ച് വെട്ടാമോ അത്രത്തോളം നല്ലതാണ്. കാര്യം അവിടെ തൊട്ട് നല്ല ഹെൽത്തി ഹെയർ ആയിട്ട് അത് വളർന്നോളും. അപ്പം ഞാൻ ഓരോ സ്പ്ലിറ്റ് എൻഡ്സ് ഇങ്ങനെ നോക്കി എടുത്ത് വെട്ടുകയാണ് ചെയ്യുന്നത്. ഭയങ്കര ക്ഷമയോട് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ ഇത്. സ്പ്ലിറ്റ് എൻഡ്സ് നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തൊന്നും എടുക്കാൻ പറ്റില്ല. കാര്യം നമ്മൾ നല്ല രീതിക്ക് തന്നെ കണ്ടുപിടിച്ച് ക്ഷമയോടുകൂടി കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഒരുപാട് മുടികൾ വെട്ടിക്കളയുന്നതിലും നല്ലതാണ് കുറച്ച് ക്ഷമയോടെ ഇരുന്നിട്ട് നമ്മളിതൊന്ന് വെട്ടിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ നമ്മുടെ മുടിയുടെ ജടയൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മുടെ മുടിയുടെ സ്പ്ലിറ്റ് എൻഡ് കളയുന്നത് ഞാൻ വീഡിയോയിൽ കാണിച്ചാണ്. ഒന്നും തന്നെ എനിക്ക് നല്ല രീതിക്ക് കാണിക്കാനായിട്ട് പറ്റിയില്ല. അഥവാ നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാനത് ഇവിടെ എവിടെയെങ്കിലും മെൻഷൻ ചെയ്യുക, അല്ലെങ്കിൽ വീഡിയോയിൽ ഞാനത് ആഡ് ആക്കിയിടാം. കാര്യം എൻ്റെ മുടിയിൽ അധികം സ്പ്ലിറ്റ് എൻഡ്സും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കാര്യം അത് ഞാൻ ആ ഒരു കഞ്ഞിവെള്ളം ചലഞ്ചിൻ്റെ ആ ഒരു റിസൾട്ടായിട്ടായിരിക്കാം. അപ്പോൾ നമ്മുടെ മുടിയുടെ ജടയൊക്കെ കളഞ്ഞ് എടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ സ്പ്ലിറ്റ് എൻഡ്സ് ഉള്ളത് കണ്ടുപിടിക്കുക. ആദ്യം നമുക്ക് നമ്മുടെ മുടിയുടെ നമ്മുടെ മുടിയുടെ തുമ്പിൽ സ്പ്ലിറ്റ് എൻഡ്സ് ഉണ്ടോ എന്ന് നോക്കുക. അപ്പം ഏകദേശം സ്പ്ലിറ്റ് എൻഡ്സ് കൂടുതലായിട്ട് കാണുന്നത് നമ്മുടെ മുടിയുടെ തുമ്പിൽ തന്നെ ആയിരിക്കും. അതായത് ഫുള്ള് ഏറ്റവും എൻഡിലായിട്ട് ആ ഒരു പാർട്ടിലായിരിക്കും. എനിക്ക് സ്പ്ലിറ്റ് എൻഡ്സ് ഒന്നും അധികം കാണാനായിട്ടില്ല. 1-2 കണ്ടു, പക്ഷെ അത് ക്യാമറയിൽ പതിഞ്ഞോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം ഒന്നും ഇല്ല, സ്പ്ലിറ്റ് എൻഡ്സ് ഒന്നും അധികമില്ല. എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തായിരുന്നു. ആണെങ്കിൽ ഒരു വട്ടോടെ ഞാൻ കട്ട് ചെയ്ത് നമ്മളിങ്ങനെ തുമ്പ് പിടിക്കുക. എന്നിട്ടൊരു ഇപ്പം ഈ ഒരു പോർഷനിലാണ് സ്പ്ലിറ്റ് എൻഡ് എന്നുണ്ടെങ്കിൽ ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ചൊക്കെ ബാക്കിലോട്ട് എത്രയും നമുക്ക് കയറ്റി വെട്ടാമോ അത്രയും നല്ലത് കേട്ടോ. കാര്യം നമ്മൾ മുടി മൊത്തത്തിൽ ലെന്ത് വെട്ടി കളയുന്നതിലും നല്ലതാണ് ഇങ്ങനെ സ്പ്ലിറ്റ് എൻഡ് മാത്രമുള്ള ഒരു പോർഷൻ എടുത്തിട്ട് കട്ട് ചെയ്ത് കളയുന്നതൊക്കെ ഒറ്റ ആ ഒരു രീതിക്ക് നമ്മൾ മുടിയുടെ ഫുള്ളായിട്ടുള്ള സ്പ്ലിറ്റ് എൻഡ്സും കാര്യങ്ങളും എടുത്ത് കളയണം. അതായത് ഇപ്പോൾ ഇങ്ങനെ കുറേശ്ശെ പോർഷനായിട്ട് മുടി എടുക്കുക. മുടിയിൽ നിന്ന് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ആക്കുമ്പോൾ അറിയാമല്ലോ സ്പ്ലിറ്റ് എൻഡ്സ് ഉണ്ടോ. ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് സ്പ്ലിറ്റ് എൻഡ്സ് ഉണ്ടോ എന്നറിയാം. ഉള്ള പാർട്ട് ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ച് വെച്ചിട്ട് 1/4 ഇഞ്ചെങ്കിലും കട്ട് ചെയ്ത് കളയാം കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മുടി ഒരുപാട് നഷ്ടപ്പെടുത്തില്ല, സ്പ്ലിറ്റ് എൻഡ്സ് മാത്രം കട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആ ഒരു സ്പ്ലിറ്റ് എൻഡ്സ് മാറിയിട്ട് നമ്മുടെ മുടി നന്നായിട്ട് വളരുകയും ചെയ്യും. അപ്പോൾ സ്പ്ലിറ്റ് എൻഡ്സ് കട്ട് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, ഈ സ്പ്ലിറ്റ് എൻഡ്സ് എന്ന് പറയുമ്പം ഈ ഒരു പിക്കിലെ പോലെ നമ്മുടെ മുടി ഇങ്ങനെ 2ആയിട്ട് ഇങ്ങനെയുള്ള ഒരു ഒറ്റ സ്ട്രാൻഡായിരിക്കും. അതിങ്ങനെ 2ആയിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സ്പ്ലിറ്റ് എൻഡ്സ് എന്ന് പറയുന്നത് ആക്ച്വലി. സോ ഈ ഒരു സ്പ്ലിറ്റ് എൻഡ്സ് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നൊരു പാർട്ട് നമ്മൾ കുറച്ചുകൂടി ഈ ഒരു താഴെ ഭാഗത്ത് വെച്ച് നമ്മൾ കട്ട് ചെയ്ത് കളയുമ്പോൾ എന്ത് ചെയ്യും, അത്രയും ഭാഗത്ത് ആ ഒരു ഹെയർ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കും. ഇവിടെ ഇങ്ങനെ 2ആയിട്ട് ഇരുന്നത് ഈ ഒരു കുറച്ചും കൂടി നമ്മൾ കയറ്റി വെട്ടുമ്പോൾ അത്രയും ഹെൽത്തി ആയിട്ടിരിക്കും, നല്ല ഹെൽത്തി ആയിട്ട് വളരും. വീണ്ടും സ്പ്ലിറ്റ് എൻഡ്സ് വരുന്ന ടൈമിൽ മാത്രം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയറിനെ നമുക്ക് ഹെൽത്തി ആയിട്ട് വളർത്തിയെടുക്കാനായിട്ട് പറ്റും. അല്ലാതെ നമ്മൾ ലെന്ത് മാത്രം ഇപ്പം ഒരുപാട് താഴോട്ട് ഇങ്ങനെ തേമ്പി കിടക്കണം, ഇവിടെ മാത്രമേ ഉള്ളൂ, താഴോട്ട് ഉള്ളില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇത്രയും വെട്ടി ഷോർട്ടനാക്കിയിട്ടാണ് മുടി ഇതുപോലെ തിക്കനായിട്ട് നീളം വയ്ക്കാം. പക്ഷെ അങ്ങനെ വളരുന്നവരുണ്ട്, ഇല്ലെന്നൊന്നും പറയില്ല. ഒരു പരിധി വരെയൊക്കെ ഇത്രയും പോർഷനിലൊക്കെ നമുക്ക് തിക്കനായിട്ടൊക്കെ കിട്ടും. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഭയങ്കര തിന്നായിട്ട് തന്നെ കിട്ടും. വീണ്ടും നമ്മൾ കട്ട് ചെയ്യണം, വീണ്ടും അങ്ങനെ വളരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കും. ചിലരുടെയൊക്കെ ആ ഒരു രീതിക്ക് തന്നെ പ്രോപ്പറായിട്ട് കെയർ ചെയ്യുമ്പോൾ അതേ രീതിക്ക് വരും. ചിലരുടെ ഒന്നും അങ്ങനെ വരില്ല, വീണ്ടും റിപ്പീറ്റ് അടിച്ച് പൊയ്ക്കൊണ്ടിരിക്കും.
ട്രിം ചെയ്യാനുള്ളത്. ഇനിയുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹെയർ ട്രിം ചെയ്ത് കഴിയുമ്പോൾ എപ്പോഴും നമ്മൾ ഹെയറിനെ മോയ്സ്ചറാക്കി വയ്ക്കാൻ സൂക്ഷിക്കുക. അതിപ്പോൾ ഞാൻ എൻ്റെ ഹെയർ നോക്കുകയാണെങ്കിൽ ഭയങ്കര ഡ്രൈ അല്ല, എങ്കിലും ഒരു ഹെൽത്തി കണ്ടീഷനിലല്ല എൻ്റെ ഹെയർ ഇപ്പോൾ ഉള്ളത്. കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി 2 വീക്സായി ഞാൻ എൻ്റെ ഹെയർ കെയർ ചെയ്തിട്ട്. സോ എനിക്ക് ഇന്നോട്ട് സ്റ്റാർട്ടാക്കണം. സോ ഞാൻ നാളെയെന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ നമ്മുടെ മുടി ട്രിം ചെയ്യാനായിട്ട് എടുത്തത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെയറിനെ മോയ്സ്ചറായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പാക്ക് അപ്ലൈ ചെയ്യാനാണ്. അപ്പം മുടി ഏറ്റവും കൂടുതൽ മോയ്സ്ചറായിട്ട് കണ്ടീഷനായിട്ട് സൂക്ഷിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു അടിപൊളി ഐറ്റമാണ് നമ്മുടെ തൈര് എന്ന് പറയുന്നത്. അപ്പം ഞാൻ തൈര് വെച്ചിട്ടുള്ളൊരു പാക്കാണ് ഇന്ന് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പാക്ക് എന്താണെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തൈര് തന്നെയാണ്. തൈരും അതുപോലെ തന്നെ കറിവേപ്പിലയാണ് ഞാൻ എടുക്കുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഹെയറിന് നല്ലൊരു മോയ്സ്ചറാക്കി സൂക്ഷിക്കാനും, അതുപോലെ തൈര് ഡാൻഡ്രഫിന് ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു സാധനമാണ്. അതുപോലെ കറിവേപ്പില മുടിക്ക് കറുപ്പ് നിറം നൽകാനും മുടി വേഗം വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി ഒരു ജാറിലെടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ഞാനിത് ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ തൈരും കറിവേപ്പിലയും കൂടി അരച്ചെടുത്തിട്ട് ആ ഒരു പാക്കാണ് ഞാൻ തലയിൽ തേക്കുന്നത്. അപ്പോൾ കറിവേപ്പില അരച്ചിട്ട് തൈരിലിട്ട് മിക്സ് ചെയ്ത് തേക്കാം. അപ്പം അല്ലെങ്കിൽ രണ്ടും കൂടി ഒന്നിച്ച് അരച്ച് നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണോ, നിങ്ങൾക്ക് എന്താണോ ഓക്കെ, നിങ്ങളുടെ കംഫർട്ട് സോൺ ഏതാണോ ആ രീതിക്ക് നിങ്ങൾക്കത് പാക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പം അതല്ല വേറെ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യണമെങ്കിൽ ഉലുവയൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഉലുവയൊന്നും വെള്ളത്തിലൊന്നും ഇട്ടിട്ടൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും എടുക്കുന്നില്ല. തൈരും നമ്മുടെ കറിവേപ്പിലയും എടുത്തിട്ട് ഒരു പാക്കാക്കുക. അത് നമ്മുടെ ഹെയറിൽ നന്നായിട്ടൊന്ന് എന്ത് ചെയ്ത് കൊടുക്കുക, അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാം കേട്ടോ. ഈ ഒരു ഹെയർ പാക്കുകൾ നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് നേരം നമ്മുടെ ഹെയറിലൊന്നും അപ്ലൈ ചെയ്ത് വെച്ചേക്കരുത്. ഒരു 15 മാക്സിമം പോയാൽ, അഥവാ നമ്മൾ മറന്നുപോയി അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ 20 മിനിറ്റ് അതിൽ കൂടുതൽ വെക്കുകയും ചെയ്യണം കേട്ടോ. കാര്യം അതിൻ്റെ ഒരു മാക്സിമം നമ്മുടെ ആ ഒരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള ആ നറിഷ്മെൻറ്റ് നമ്മുടെ ഹെയറിൽ കിട്ടിയതിന് ശേഷം ഒരു 10-15 മിനിറ്റിനുള്ളിൽ നമ്മളത് വാഷ് ഔട്ട് ചെയ്ത് കളയാം. പ്ലെയിൻ വാട്ടറിൽ നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് എന്താണ് സാധാ നമ്മുടെ വെള്ളം ഒഴിച്ചിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയുന്നേ ഉള്ളൂ. അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു പാക്കും ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ചെയ്യുക കേട്ടോ. നിങ്ങളുടെ സ്പ്ലിറ്റൻസും കാര്യങ്ങളും കട്ട് ചെയ്യുക, അതുപോലെ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക, അവർക്കൂടി ഒന്ന് യൂസ്ഫുൾ ആകട്ടെ. അപ്പം എല്ലാവർക്കും ബായ്.